ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വനത്തിനുള്ളിൽ താപസജീവിതം നയിക്കുന്ന വിശുദ്ധനെ കാണാനായി ഒരു പണ്ഡിതൻ എത്തി. പല ദിവസങ്ങളിലെ കാൽനടയായുള്ള യാത്രയ്ക്ക് ശേഷമാണ് വനത്തിനുള്ളിലെ ആശ്രമത്തിൽ അദ്ദേഹം വന്നു ചേർന്നത്. മുള കൊണ്ട് കെട്ടിയ കുടിലിനുള്ളിൽ പ്രാർത്ഥനാനിരതനായി ഇരിക്കുന്ന സന്യാസിയെ പണ്ഡിതൻ താണു വണങ്ങി. സന്യാസി മുഖം ഉയർത്തി ഒന്ന് നോക്കി. അതിനുശേഷം ഒന്നും ശബ്ദിക്കാതെ ആംഗ്യം കാണിച്ചുകൊണ്ട് പണ്ഡിതനോട് ഇരിക്കാൻ പറഞ്ഞു. അദ്ദേഹം ചുറ്റും നോക്കി. ഇരിക്കാൻ ഒന്നുമില്ല. ഈ വെറും തറയിലിരിക്കുന്നത് എങ്ങനെ? ജീവിതത്തിൽ ഇതുവരെയും ഉയർന്ന പീഠങ്ങളിൽ മാത്രം ഇരുന്നിട്ടുള്ള അദ്ദേഹം വളരെ വിഷമത്തോടുകൂടി തറയിൽ ചമ്രം പടിഞ്ഞ് ഇരുന്നു. സമൂഹത്തിലെ തൻ്റെ നിലയും വിലയും അറിഞ്ഞിരുന്നെങ്കിൽ തന്നെ ഒരിക്കലും സന്യാസി തറയിൽ ഇരുത്തുകയില്ലായിരുന്നു എന്നദ്ദേഹം ചിന്തിച്ചു. നിശബ്ദനായിരുന്ന സന്യാസി അല്പസമയത്തിന് ശേഷം മുള കൊണ്ടുള്ള ഒരു കപ്പെടുത്ത് പണ്ഡിതൻ്റെ കയ്യിൽ കൊടുത്തു. ഒരു വലിയ മുളന്തണ്ടിൽ നിന്നും ഔഷധ സസ്യങ്ങളുടെ ഇലകൾ ചേർത്തുണ്ടാക്കിയ ചായ പണ്ഡിതൻ്റെ കയ്യിലിരുന്ന കപ്പിലേക്ക് അദ്ദേഹം ഒഴിക്കാൻ ആരംഭിച്ചു. കപ്പ് നിറഞ്ഞു. എന്നിട്ടും സന്യാസി ചായ ഒഴിക്കുന്നത് നിർത്തിയില്ല. കപ്പ് നിറഞ്ഞ് കവിഞ്ഞൊഴുകിയ ചായ തറയിൽ വീണു. എങ്കിലും സന്യാസി അത് കണ്ട ഭാവം നടിക്കാതെ ചായ ഒഴിക്കൽ തുടർന്നു. ഒടുവിൽ ചായ നിലത്ത് പരന്നൊഴുകി. ചമ്രം പടിഞ്ഞിരിക്കുന്ന പണ്ഡിതൻ്റെ ശരീരം പോലും നനഞ്ഞു തുടങ്ങി. പണ്ഡിതൻ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, ഈ വിവരമില്ലാത്ത മനുഷ്യനെ കാണാനാണല്ലോ ഞാൻ ഈ കഷ്ടപ്പാട് സഹിച്ചു വന്നത്. അബദ്ധമായിപ്പോയി. അപ്പോൾ തൻ്റെ നിശബ്ദതയെ അവസാനിപ്പിച്ചുകൊണ്ട് സന്യാസി ഇപ്രകാരം പറഞ്ഞു, മകനെ, നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഈ ചായക്കപ്പ് പോലെയാണ് നിന്റെ ഹൃദയം. അതിൽ ലോകത്തിൻ്റെ ചിന്തകളും ഭൗതിക ജ്ഞാനവും നിറഞ്ഞു നിൽക്കുന്നു. അതിനു മുകളിലേക്ക് ഞാൻ എന്തു പറഞ്ഞാലും എന്തു പകർന്നാലും അതിന് സ്വീകരിക്കാനാവുകയില്ല. ഈ ചായ പോലെ അത് കവിഞ്ഞൊഴുകി നഷ്ടപ്പെടും. ആയതിനാൽ ആദ്യം നീ നിന്നെ തന്നെ ശൂന്യമാക്കുക. അനശ്വരമായ അറിവ് സ്വീകരിക്കാനുള്ള ആദ്യത്തെ പടി അതാണ്. അനശ്വരമായതെന്തും സ്വീകരിക്കണമെങ്കിൽ അതിനു മുമ്പേ ശൂന്യവൽക്കരണം ആവശ്യമാണ്.